വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ 6 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൽപ്പറ്റ കോടതിയുടേതാണ് വിധി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട് നിന്നും. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത്, മറ്റു വിശദാംശങ്ങൾ. ഇതിൽ സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ് ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നീ പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇവരാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആക്രമിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തതയ്ക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്താനും നീക്കമുണ്ട്. അതോടൊപ്പം തന്നെ 20ഓളം ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അപേക്ഷ കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് ആത്മഹത്യയിൽ എങ്ങനെയാണ്, അതായത് തൂങ്ങിമരണമാണോ കൊലപാതകമാണോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താൻ സെല്ലോഫൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപേക്ഷയും പോലീസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവരുമായി കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ 6 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കൽപ്പറ്റ കോടതിയുടേതാണ് വിധി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വയനാട്ടിൽ നിന്നും നൽകിയത്.